ഹലോ സ്റ്റുഡൻസ്. അപ്പോൾ ഇന്നത്തെ ഇക്കണോമിക്സ് ക്ലാസ്സിലാണ് നോക്കാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ടറാണ്, അതായത് അഗ്രികൾച്ചർ സെക്ടർ. ഇക്കണോമിക്സ് അല്ലെങ്കിൽ ഇന്ത്യൻ ഇക്കോണമി എന്ന് പറയുമ്പോൾ തന്നെ ഒരുവിധ ആൾക്കാരൊക്കെ ആദ്യം പറയുന്നത് തന്നെ അഗ്രികൾച്ചർ സെക്ടറിനെ പേരായിരിക്കും. അഗ്രികൾച്ചർ സെക്ടർ എന്ന് നമ്മളിവിടെ പറയുമ്പോൾ നമ്മളിവിടെ പ്രൈമറി സെക്ടറിനാണ് ഉദ്ദേശിക്കുന്നത്. കാരണം മെയിൻലി ഫാർമിംഗ് ആക്ടിവിറ്റീസ് മാത്രമല്ല, അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, ഈ ആനിമൽ ഹസ്ബൻഡറി, അതുപോലെ ഹോർട്ടിക്കൾച്ചർ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ നമ്മൾ അഗ്രികൾച്ചർ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഇനി ഇത് ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണിക്കാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇക്കോണമിയിലെ ഒരു ഇപ്പോൾ ഇൻഡിപെൻഡൻസ് കിട്ടിയ സമയത്ത്, അതായത് 1950 ആ സമയത്ത് നോക്കുകയാണെങ്കിൽ അഗ്രികൾച്ചർ സെക്ടറിന്റെ കോൺട്രിബ്യൂഷൻ ഏകദേശം 56% ആണ്. അതായത് GDP-യിലേക്ക് നമ്മുടെ GDP-യുടെ 56% അഗ്രികൾച്ചർ സെക്ടറിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഇനി അത് പോയി 1991 പീരീഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ കോൺട്രിബ്യൂഷൻ കുറഞ്ഞു ഒരു 34% വരെ എത്തി. ഇനി അത് പോയി 2001 ആ ഒരു സമയത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് 24.7%ലേക്ക് എത്തി. ഇനി 2011 2012 ആ ഒരു സമയത്തേക്ക് എത്തുമ്പോഴത്തേക്കും ഇത് 13% ആയിട്ട് കുറയാണ്. അങ്ങനെ ഇതുവരെ നമ്മളൊരു ഈ ഒരു സെക്ടറിന്റെ കോൺട്രിബ്യൂഷൻ GDP-യിലേക്കുള്ളത് കുറഞ്ഞു വന്നു. കഴിഞ്ഞ വർഷം, അതായത് 2020 ഈ കോൺട്രിബ്യൂഷൻ എന്നത് 19.9% ആയിട്ട് കൂടി. അതിനൊരു കാരണം മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ലോക്ക്ഡൗൺ ആയിരുന്നു. കാരണം മറ്റ് ഇൻഡസ്ട്രികളൊക്കെ ലോക്ക്ഡൗണിൽ പോയി പെട്ട് കിടന്നപ്പോൾ അഗ്രികൾച്ചർ സെക്ടറിന് മാത്രം കുറച്ചെങ്കിലും പ്രോഗ്രസ് കൊണ്ടുവരാൻ സാധിച്ചു. അതുകൊണ്ടാണ് കഴിഞ്ഞ ഒരു വർഷം ബാക്കി വർഷത്തെക്കാട്ടിലും അല്ലാതെ ഒരു ചെറിയ ഇൻക്രീസ് GDP-യിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചത്. അപ്പോൾ നമ്മുടെ GDP-യിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ടറാണ് അഗ്രികൾച്ചർ സെക്ടർ. ഇത് മാത്രമല്ല, ഇതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന വേറെ ആസ്പെക്ട് കൂടി ഉണ്ട്, അതായത് എംപ്ലോയ്മെന്റ്. നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയ സമയത്ത്, 1950-51 സമയത്ത് നമ്മുടെ ഇക്കോണമിയിൽ ഏകദേശം 70 to 75% ആൾക്കാരും ഡിപ്പെൻഡ് ചെയ്തിരുന്നത് അഗ്രികൾച്ചർ സെക്ടർ അല്ലെങ്കിൽ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിലായിരുന്നു. അപ്പോൾ അവരുടെ മേജർ സോഴ്സ് ഓഫ് ഇൻകം തന്നെ അഗ്രികൾച്ചർ ആയിരുന്നു. ഇനി പോയി 1990s എത്തിയപ്പോൾ ഈ ഒരു നമ്പർ വല്ലാതെ കുറഞ്ഞു, ഒരു 30%, ഒരു 60%ലേക്ക് എത്തി. ഈ 2011 ഒക്കെ എത്തിയപ്പോഴത്തേക്കും ഈ നമ്പർ കുറഞ്ഞു 54% ആയി. ഈ കഴിഞ്ഞ വർഷം 2019-20 ഫിനാൻഷ്യൽ ഇയർ നോക്കുകയാണെങ്കിൽ ഏകദേശം 42.6% ആൾക്കാരും നമ്മുടെ ഇക്കോണമിയിൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് അഗ്രികൾച്ചർ സെക്ടറിലേക്കാണ്. അത്രയും കൂടുതൽ ആൾക്കാർ ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മുടെ ഇക്കോണമിയിൽ അഗ്രികൾച്ചറിന് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഇതിനെ ഒരു ഡെവലപ്ഡ് കൺട്രി ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ, ഒരു ഡെവലപ്ഡ് കൺട്രി നമുക്കറിയാം, ഇപ്പോൾ US UK പോലെയുള്ള എക്കോണമി ആണെങ്കിൽ നമ്മളെക്കാട്ടും വളരെ കുറവ് പോപ്പുലേഷൻ അവർക്കുള്ളൂ. എന്നാലും അവരുടെ പോപ്പുലേഷന്റെ 2-3% ആൾക്കാർ മാത്രമേ അഗ്രികൾച്ചർ സെക്ടറിൽ ഡിപ്പെൻഡൻ്റ് ആയിട്ട് ജീവിക്കുന്നുള്ളൂ. എന്നാലും അവരുടെ പ്രൊഡക്ടിവിറ്റി വളരെ വലുതാണ്. പക്ഷെ നമ്മുടെ ഇക്കോണമിയിൽ ഒരു 50% അടുത്ത ആൾക്കാർ അഗ്രികൾച്ചർ സെക്ടറിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ പ്രൊഡക്ടിവിറ്റി അവരെ വെച്ച് നോക്കുമ്പോൾ വളരെ കുറവാണ്. ഈ ഒരു കാരണം കൊണ്ടാണ് നമ്മുടെ ഇക്കോണമിയിൽ അഗ്രികൾച്ചറിന് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അഗ്രികൾച്ചർ അതുപോലെ ഇതിന്റെ പ്രോഗ്രസ് നമ്മൾ ഇപ്പൊ പ്ലാനിങ് ഉണ്ടാകുന്ന കാലത്ത് 2015 വരെയൊക്കെ പ്ലാനിങ് ഉണ്ടായിരുന്നു. ആ സമയത്ത് എല്ലാ പ്ലാനിലും ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു മേജർ എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിരുന്നത് അഗ്രികൾച്ചർ സെക്ടറിനാണ്. ഈ അഗ്രികൾച്ചർ സെക്ടർ മറ്റ് സെക്ടറിനോട് ഡിപ്പെൻഡൻ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അതായത് മറ്റ് സെക്ടറുകൾ അഗ്രികൾച്ചർ സെക്ടറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ നമുക്കറിയാം, ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ എടുക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ ട്രാൻസ്പോർട്ടേഷൻസ് ഒക്കെ നടക്കുന്നത് എന്തെങ്കിലും അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിരിക്കും. ഇപ്പോൾ ഇൻപുട്സ് ട്രാൻസ്ഫർ ചെയ്യാൻ അല്ലെങ്കിൽ ഔട്ട്പുട്സ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ അതുപോലെ സാധനങ്ങൾ അങ്ങോട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ട്രാൻസ്പോർട്ടേഷൻ സെക്ടറിൽ അഗ്രികൾച്ചർ സെക്ടർ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അതുപോലെ നമ്മൾ ഇനി ഇൻഡസ്ട്രിയൽ സെക്ടർ എടുക്കുകയാണെങ്കിൽ ഇൻഡസ്ട്രിയൽ സെക്ടറിൽ ഏറ്റവും കൂടുതൽ റോ മെറ്റീരിയൽസ് വരുന്നതൊക്കെ ഈ അഗ്രികൾച്ചർ സെക്ടറിലാണ്. ഭൂരിഭാഗം റോ മെറ്റീരിയൽസും അഗ്രികൾച്ചർ സെക്ടറിലാണ് വരുന്നത്. അഗ്രികൾച്ചർ സെക്ടറിൽ ഉണ്ടാകുന്ന ഒരു ബാക്ക്വേർഡ്നെസ് അതൊരു ഇൻഡസ്ട്രിയൽ സെക്ടറിനെ എഫക്ട് ചെയ്യും. ഇനി നമ്മുടെ എക്സ്പോർട്സ് എടുക്കുകയാണെങ്കിൽ, ഇന്റർനാഷണൽ ട്രേഡ് എടുക്കുകയാണെങ്കിൽ, ഇന്ത്യയിൽ ഒരുപാട് എക്സ്പോർട്സ് അഗ്രികൾച്ചർ സെക്ടറിൽ പോകുന്നുണ്ട്. നമുക്കറിയാം, സ്പൈസസ്, അതുപോലെ തന്നെ ടീ, കോഫി, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇന്ത്യയിൽ ഒരുപാട് എക്സ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇതൊക്കെയാണ് ഈ ഒരു കാരണങ്ങൾ കൊണ്ടാണ് അഗ്രികൾച്ചർ സെക്ടറിന് നമ്മുടെ ഇക്കോണമിയിൽ ഇത്രയും പ്രോമിനൻസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇനി പ്ലാനിങ്ങിൽ ഇത് എങ്ങനെയാണ് വരുന്നതെന്ന് കൊടുക്കാം. അപ്പൊ നമ്മൾ അഗ്രികൾച്ചർ സെക്ടറിന്റെ ഇമ്പോർട്ടൻസ് ആണ് ഇത്ര പറയാം. ഇനി നമ്മൾ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ചെയ്യുന്നത് അഗ്രികൾച്ചർ ഇൻ 5 years ആണ്. അതിന് മുന്നേ 5 years പ്ലാനിൽ അഗ്രികൾച്ചർ കൊണ്ടുപോകുമ്പോൾ എന്ത് ഒബ്ജക്റ്റീവ് കൊണ്ടാണ് ഇവിടെ കൊണ്ടുവന്നതെന്ന് കാര്യം പറയാം. ഒന്ന്, ഇൻക്രീസിങ് പ്രൊഡക്ടിവിറ്റി. അഗ്രികൾച്ചർ സെക്ടറിൽ നമുക്കറിയാം പ്രൊഡക്ടിവിറ്റി ആദ്യം മുതലേ ഭയങ്കര കുറവായിരുന്നു. അപ്പൊ അത് കൂട്ടാൻ വരുന്നതിനുള്ള ആദ്യത്തെ ഓപ്ഷൻ. പിന്നെ ഇൻക്രീസിങ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി. നമ്മുടെ ഇക്കോണമിയിൽ കൂടുതൽ ആൾക്കാരും അഗ്രികൾച്ചർ സെക്ടറിലാണ് ജോലി ചെയ്യണമെന്നുണ്ട്.
അത് ഭയങ്കര ഒരുപാട് മിസ്ഗൈഡ് ആയിട്ട് ഒരാൾ ചെയ്യുന്ന വർക്ക് അവിടെ രണ്ടുപേരും ചെയ്യും. അതിൽ നിന്ന് മാറ്റിയിട്ട് കുറച്ചുകൂടി പ്രോഗ്രസീവ് ആയിട്ടുള്ള എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കൊണ്ടുവരുന്നത് വേറെ ഒബ്ജക്റ്റീവ്. മൂന്നാമത്തെ ഒബ്ജക്റ്റീവാണ് റെഡ്യൂസ് ദ പ്രഷർ ഓഫ് പോപ്പുലേഷൻ എന്നാണ്. അതായത് ഡിസ്ഗൈഡ്. കൂടുതൽ ആൾക്കാർ വർക്ക് ചെയ്യാതെ കുറവ് ആൾക്കാരെ കൊണ്ടുവന്നിട്ട് കറക്റ്റായ രീതിയിലുള്ള എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കൊണ്ടുവരും. ഇനി നാലാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ റെഡ്യൂസ് ഇനീക്വാളിറ്റി ഓഫ് ഇൻകം ഇൻ റൂറൽ ഏരിയ. നമുക്കറിയാം പ്രത്യേകിച്ച് റൂറൽ ഏരിയയിൽ ആൾക്കാരുടെ ഇൻകം തമ്മിലുള്ള വേരിയേഷൻ ഭയങ്കര കൂടുതലാണ്. ഒരു സെക്ഷൻ ആൾക്കാർ കുറേ ഇൻകം ഉള്ളവരും ഒരു സെക്ഷൻ ആൾക്കാർ വളരെ കുറച്ച് ഇൻകം ഉള്ളവരും. ആ ഒരു ഇനീക്വാളിറ്റിനെ കുറയ്ക്കാനുള്ളത് അഗ്രികൾച്ചർ സെക്ടറിന്റെ ഡെവലപ്മെന്റിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പ്ലാനിങ്ങിലേക്ക് വന്നാൽ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പ്ലാനിന്റെ സമയത്ത് നമുക്ക് ഈ ഇന്ത്യൻ എക്കോണമി ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ പ്രോബ്ലമാണ് ഫുഡ് പ്രൈസസും അതുപോലെ ഷോർട്ടേജ് ഓഫ് റോ മെറ്റീരിയൽസ്. നമുക്കറിയാം ഇൻഡിപെൻഡൻസ് കിട്ടിയ ഒരു സമയത്തായിരുന്നു കൂടുതലും ഒരു കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചറും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളൊരു സമയമായിരുന്നു. അതുകൊണ്ട് നമുക്ക് കൂടുതലും നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നത് വളരെ കുറവ്, ഇമ്പോർട്ട് ചെയ്യുന്നത് ഭയങ്കര കൂടുതലായിട്ടുള്ള സമയമാണ്. അതുകൊണ്ട് അങ്ങനത്തെ ഒരു ഫുഡ് ക്രൈസിസ് അല്ലെങ്കിൽ റോ മെറ്റീരിയൽ ക്രൈസിസ് ഉള്ളൊരു ടൈമായിരുന്നു ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പ്ലാൻ പീരിയഡ്. അതുകൊണ്ട് തന്നെ ഈ പ്ലാനിൽ അഗ്രികൾച്ചറിനായിരുന്നു ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത്. നമ്മുടെ അഗ്രികൾച്ചർ സെക്ടറിന്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടാന്നുള്ളതായിരുന്നു ഈ പ്ലാനിന്റെ ഏറ്റവും വലിയ ഒബ്ജക്റ്റീവ്. ഇനി തേർഡ് പ്ലാനിലേക്ക് വന്നു കഴിഞ്ഞാൽ തേർഡ് പ്ലാനിൽ വളരെ അംബീഷ്യസ് ആയിട്ടുള്ള ടാർഗറ്റ്സ് ആയിരുന്നു പ്രൊഡക്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ടാർഗറ്റ്സ് എന്ന് പറയുമ്പോൾ ഇത്ര ടൺ പ്രൊഡ്യൂസ് ചെയ്യണം ഇന്ന് ക്രോപ്പ്, അങ്ങനത്തെ കുറെ ടാർഗറ്റുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗവൺമെന്റ് ഒരു ഇന്റൻസീവ് അഗ്രികൾച്ചറൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാം IEDP കൊണ്ടുവന്നു നമ്മുടെ അഗ്രികൾച്ചർ സെക്ടറിന്റെ പ്രൊമോഷൻ. അതുപോലെ തന്നെ ആദ്യമായിട്ട് ഹൈ വെറൈറ്റി പ്രോഗ്രാം സീഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതായത് നമ്മുടെ ഗ്രീൻ റവല്യൂഷൻ സ്റ്റാർട്ടിംഗ് പീരീഡാണ് ഈ തേർഡ് പ്ലാൻ. പക്ഷെ ആ ഒരു പീരീഡിൽ എന്താണെന്ന് വെച്ചാൽ ഒരു സീരീസ് ഓഫ് ഡ്രോട്ട് വന്നു. നമുക്കറിയാം ഡ്രോട്ട് എന്ന് പറഞ്ഞാൽ വെള്ളത്തിന്റെ ക്ഷാമം. അതുകൊണ്ട് തന്നെ സീരിയസ് ആയിട്ടുള്ള ഫെമൈൻ കണ്ടീഷൻസ് ഇന്ത്യയുടെ ഒരുപാട് സ്ഥലത്ത് ഉണ്ടായി. മെയിൻലി അഗ്രികൾച്ചർ പ്രാക്ടീസ് ചെയ്യുന്ന ഒരുപാട് സ്ഥലത്തൊരു ഫെമൈൻ കണ്ടീഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ വല്ലാതെ കുറയുകയും ചെയ്തിരുന്നു ഈ തേർഡ് പ്ലാനിൽ തന്നെ. അതുകൊണ്ട് നമ്മുടെ ഗവൺമെന്റ് ഏതാണ്ട് ഒരു വർഷത്തേക്ക് ഫുഡ് ഗ്രെയിൻസ് ഇമ്പോർട്ട് ചെയ്യാൻ പോയിട്ടുണ്ട്. ഈ ഒരു വല്ലാത്തൊരു പ്രോബ്ലത്തിന് ശേഷം 3 വർഷത്തേക്ക് പ്ലാൻ ഹോളിഡേ ആണ്. ആ സമയത്ത് വന്നൊരു ഏറ്റവും വലിയ റിയലൈസേഷൻ ആണ് എക്കണോമിക് പ്ലാനിങ് വലിയ ഫെയിലിയർ ഉണ്ട് അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ. നമുക്ക് എക്കണോമിക് പ്ലാനിങ് ഏത് ഫീൽഡിലാണെങ്കിലും സക്സസ് ആവണമെന്നുണ്ടെങ്കിൽ ആദ്യം അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി കൂട്ടും. എന്ന് നമുക്കറിയാം ഇൻഡസ്ട്രിയൽ സെക്ടർ ആയാലും ഒരു പരിധി വരെ ടെർഷ്യറി സെക്ടർ ആയാലും അഗ്രികൾച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ 3 വർഷത്തിന് ശേഷമാണ് ഫോർത്ത് പ്ലാനിൽ തന്നെ അത് പ്രൊഡക്ടിവിറ്റി കൂട്ടാമെന്നാണ് നേരത്തെ പറഞ്ഞത്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുത്തിരുന്നത് സയൻസും ടെക്നോളജിയും ഡെവലപ്മെന്റ്, അഗ്രികൾച്ചർ സെക്ടറിൽ പുതിയ ഇന്നോവേഷൻസ് കൊണ്ടുവന്നു ടെക്നോളജിക്കൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടായിരുന്നു ഫോർത്ത് പ്ലാനിൽ കൂടുതൽ ഫോക്കസ് ചെയ്തത്. തേർഡ് പ്ലാനിൽ പോലെ തന്നെ വളരെ അംബീഷ്യസ് ആയിട്ടുള്ള ടാർഗറ്റ് ഈ ഫോർത്ത് പ്ലാനിൽ ഫിക്സ് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റും ഫോർത്ത് പ്ലാൻ ഒരു തരത്തിൽ ചെയ്യാറ്. ഈ ഫിഫ്ത്ത് പ്ലാനിലേക്ക് വന്നു കഴിഞ്ഞാൽ ടോട്ടൽ പ്ലാൻ ഔട്ട്ലൈൻ 24%, അതായത് ഏകദേശം 4% നമ്മുടെ അഗ്രികൾച്ചർ സെക്ടറിലേക്കാണ് മാറ്റിയത്. പക്ഷേ 1973-74 കാലഘട്ടത്തിൽ ഒരു ഇൻഫ്ലേഷണറി സിറ്റുവേഷൻ ഉണ്ടാകും. ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രൈസ് റൈസ് എല്ലാ കമോഡിറ്റിക്കും ഏത് പ്രൊഡക്റ്റ് എടുത്താലും അതിന്റെ പ്രൈസ് ഒരു ജനറൽ പ്രൈസ് ആയിരുന്നു ഇക്കോണമി കൂടി വരുന്നതിനാണ് ഇൻഫ്ലേഷൻ ആയത്. അപ്പോൾ 73-74 കാലഘട്ടത്തിൽ ഒരു ഇൻഫ്ലേഷണറി സിറ്റുവേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ അന്ന് ചെയ്തിരുന്ന പ്ലാൻസ് ഒക്കെ ഫെയിൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം. അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് 1975 എമർജൻസി ഡിക്ലെയർ ചെയ്യുന്നത്. എമർജൻസി ഡിക്ലെയർ ചെയ്തപ്പോൾ എന്തായി, ഗവൺമെന്റിന്റെ കയ്യിലായി ഫുൾ കൺട്രോൾ. അപ്പൊ അവർക്ക് ആ പ്ലാൻസ് ഒക്കെ തിരിച്ച് അവരുടെ ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഫിഫ്ത്ത് പ്ലാൻ ചെറുതായിട്ടൊക്കെ സക്സസ് ആയി ടാർഗറ്റ് ഒരു വിധമൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റും. ഈ പ്ലാൻ ഒരു മിഡ് ഡേ എമർജൻസി കഴിഞ്ഞ പിന്നെ ഗവൺമെന്റ് മാറി അങ്ങനെയൊക്കെ വന്നപ്പോഴേക്കും ഫിഫ്ത്ത് പ്ലാൻ ഒരു മിഡ് ഡേയിൽ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ടാർഗറ്റ്സ് കുറെയൊക്കെ അച്ചീവ് ചെയ്യാൻ ഫിഫ്ത്ത് പ്ലാൻ സാധിക്കും. ഇനി അടുത്തത് സിക്സ്ത് പ്ലാൻ ഒരു ശരിക്കും പറഞ്ഞ ഒരു ഗ്രേറ്റ് സക്സസ് തന്നെയാണ്. പ്ലാൻ ടാർഗറ്റ് വെച്ചത് 4% ഗ്രോത്ത് അല്ലെങ്കിൽ നമുക്ക് 4.3% ഗ്രോത്ത് ശരിക്കും അച്ചീവ് ചെയ്യാൻ പറ്റും. ഇതേ സമയത്താണ് ഗ്രീൻ റവല്യൂഷന്റെ സെക്കൻഡ് സ്റ്റേജ് വരുന്നത്.
ആ സമയത്ത് ഇതിന് സീഡ്സിനെ കാര്യം കൂടുതൽ ഇൻപുട്സ് സപ്ലൈസ് അതിനൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുപോലെ അഗ്രികൾച്ചറിന് ഇപ്പം നന്നായി മാനേജ് ചെയ്യാൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ഫിക്സഡ് ലാൻഡിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഫിക്സഡ് ലാൻഡ് ഈ സെക്കൻഡ് ഗ്രീൻ റവല്യൂഷൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഗ്രീൻ റവല്യൂഷൻ ചില പെർട്ടിക്കുലർ സ്റ്റേറ്റ്സ് 1 2 അല്ലെങ്കിൽ 3 4 സ്റ്റേറ്റിൽ മാത്രം ഒതുങ്ങി നിന്നപ്പോൾ സെക്കൻഡ് ലാൻഡ് ഒരുവിധം ഒരു ഈസ്റ്റേൺ സെക്ടറിലും അല്ലെങ്കിൽ സെൻട്രൽ സ്റ്റേറ്റിലും അങ്ങനെ കൂടുതൽ സ്ഥലത്തേക്ക് നമുക്ക് സെക്കൻഡ് ഗ്രീൻ റവല്യൂഷന് ഇമ്പാക്ട് കൂട്ടാൻ. ഈ സെവൻത്ത് പ്ലാൻ പറയുന്നത് സെവൻത്ത് പ്ലാനിൽ ഈ പറഞ്ഞ പോലെ സ്പെസിഫിക് പ്രോഡക്റ്റ് സ്പെസിഫിക് പ്ലേസസ് അതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓരോ പെർട്ടിക്കുലർ പ്ലേസസിൽ അല്ലെങ്കിൽ സ്ഥലങ്ങളിൽ ഓരോ പെർട്ടിക്കുലർ പ്രൊഡക്ഷൻ അവർ അസൈൻ ചെയ്യും. ഈ സെവൻത്ത് പ്ലാനിൽ ടാർഗറ്റ്സ് അധികം അച്ചീവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ലെവൽ ഓഫ് പ്രൊഡക്ഷൻ നന്നായി കൂട്ടാൻ പറ്റും. ഇത് സെവൻത്ത് പ്ലാനിൽ ഒരു ചെറിയ രീതിയിൽ പറഞ്ഞാൽ പറ്റുന്നതാണ്. പക്ഷെ നമുക്ക് ടാർഗറ്റ്സ് അത് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇനി എയ്ത്ത് പ്ലാനിനെ പറ്റി പറയാറുണ്ട്. അച്ചീവബിൾ ആയിട്ടുള്ള ടാർഗറ്റ്സ് ഫിക്സ് ചെയ്തു അത് അച്ചീവ് ചെയ്യുന്നത് സിമ്പിൾ ആയിട്ട് പോയൊരു പ്ലാനായിരുന്നു എയ്ത്ത്. അതുപോലെ നയൻത്ത് പ്ലാനിൽ വന്നപ്പോൾ വളരെ ഒരു പ്ലാൻ സക്സീഡ് ആയപ്പോൾ സിക്സ്ത് പ്ലാൻ അൺഅച്ചീവബിൾ ടാർഗറ്റ്സ് ആണ്. ഹൈ പ്രൊഡക്ഷൻ എമൗണ്ട് അവർ ഒരുപാട് കൂട്ടി. അങ്ങനെ വന്നപ്പോൾ പിന്നെയും ആ പ്ലാനിൽ പറഞ്ഞ അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെയാണ് ടെൻത്ത് പ്ലാൻ. ടെൻത്ത് പ്ലാൻ ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിനാണ് ടെൻത്ത് പ്ലാനിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതുപോലെ റീജിയണലി ഡിഫറൻഷിയേറ്റഡ് സ്ട്രാറ്റജി. നമുക്കറിയാം ഇന്ത്യയുടെ ജോഗ്രഫി അനുസരിച്ച് നമ്മൾ ഓരോ സ്ഥലവും വളരെ ഡിഫറെൻ്റ് ആണ്. ചില സ്ഥലത്ത് മൗണ്ടൻസ് ആയിരിക്കാം, ചില സ്ഥലത്ത് പ്ലെയിൻസ് ആയിരിക്കാം, ഡെൽറ്റ ഏരിയ. അപ്പോൾ ഓരോ സ്ഥലത്തും അഗ്രികൾച്ചറിന് ഉപയോഗിക്കുന്ന സ്ട്രാറ്റജി ഡിഫറെൻ്റ് ആണ്. ഇത്രയും കാലം നമ്മളൊരു ജനറലൈസ്ഡ് സ്ട്രാറ്റജി കൊണ്ടുവന്ന സ്ഥലത്ത് ഇപ്പോൾ റീജിയണലി ഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് കൊണ്ടുവരാൻ പറ്റും. അതുപോലെ തന്നെ ഓരോ റീജിയനും പ്രത്യേക ക്രോപ്പുകൾ അവർ മാറ്റി. പിന്നെ സസ്റ്റൈനബിൾ പ്രൊമോഷൻ സ്യൂട്ടബിൾ ക്രോപ്പിംഗ് പാറ്റേൺ. ഇന്ത്യ മൊത്തം ഒരു ജനറലൈസ്ഡ് പാറ്റേൺ ആണ്. ഓരോ സ്റ്റേറ്റിന് അല്ലെങ്കിൽ ഓരോ ഏരിയയ്ക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ക്രോപ്പിംഗ് പാറ്റേൺ വരുന്നുണ്ട്. ഇതിനകത്ത് മെയിൻലി നമ്മൾ വൈകിട്ട് അങ്ങനത്തെ ചില കമോഡിറ്റിക്ക് മാത്രമായിരുന്നു ഇത് വേറെ പ്ലാന്റിൽ അല്ലെങ്കിൽ അഗ്രികൾച്ചർ സെക്ടറിൽ തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കും. ടെൻത്ത് പ്ലാന്റ് കൂടുതൽ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഫ്ലവേഴ്സ്, അതുപോലെ അഗ്രോ ഫോറസ്ട്രി, ആനിമൽ ഹസ്ബൻഡറി, മാർക്കറ്റിംഗ് അങ്ങനെയുള്ള ആസ്പെക്ടുകൾക്ക് ടെൻത്ത് പ്ലാനിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കും. അതുപോലെ തന്നെ ഡെവലപ്മെന്റ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ. പോസ്റ്റ് ഹാർവെസ്റ്റിംഗ് ടൈമിൽ വേണ്ട ഇൻഫ്രാസ്ട്രക്ചർ, കാരണം മെഷീനറീസ് ഉപയോഗിച്ച് ഹാർവെസ്റ്റിംഗ് കൂടി ഈസി ആയിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾക്കും ടെൻത്ത് പ്ലാനിൽ ഇമ്പോർട്ടൻസ് കൊടുക്കും. പിന്നെ ഓർഗാനിക് ഫാമിംഗ്. ഓർഗാനിക് ഫാമിംഗ് അതുവരെ നമ്മൾ കൂടുതൽ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്ത് സ്ഥലത്ത് ഓർഗാനിക് ഫാമിങ്ങിന് ഒരു കൂടുതൽ എൻകറേജ്മെന്റ് എംഫസിസ് കൊടുത്തിട്ടാണ് ടെൻത്ത് പ്ലാൻ കൊണ്ടുവരുന്നത്. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം മോർ ലാൻഡ് ബി ബ്രോട്ട് അണ്ടർ കൺട്രോൾ. പ്രത്യേകിച്ച് ഗവൺമെന്റ് സെക്ടറിലേക്ക് ധാരാളമായിട്ട് കിടക്കുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കാതെ കിടക്കുന്ന ലാൻഡ് അഗ്രികൾച്ചർ സെക്ടറിലേക്ക് കൊണ്ടുവരാൻ ഈ ടെൻത്ത് പ്ലാനിൽ ഇതുണ്ടാകും. ഇംപ്രൂവ്മെന്റ് ഇൻ ടെക്നോളജി. നമ്മൾ ടെക്നോളജിക്ക് കൂടുതൽ ഡെവലപ്മെന്റ് ഇമ്പോർട്ടൻസ് കൊടുക്കും. നമ്മൾ അതുപോലെ പ്രൊഡക്ടിവിറ്റി ഭയങ്കര കുറവായിരിക്കും. പ്രൊഡക്ടിവിറ്റി കൂട്ടണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടെക്നോളജി കൂട്ടാനുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ ഇംപ്രൂവ്മെന്റ് ഓഫ് ടെക്നോളജി ടെൻത്ത് പ്ലാനിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും ഉണ്ടായിട്ടും പക്ഷെ നമുക്ക് പിന്നെയും ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. വളരെ കുറഞ്ഞ ലെവലിൽ ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നത്. 4% ഗ്രോത്ത് റേറ്റ് ടാർഗറ്റ് വെച്ചപ്പോൾ ആക്ച്വലി 2.3% വരെ നമുക്ക് എത്താൻ പറ്റും. അടുത്തത് നമ്മുടെ 11th പ്ലാൻ. 11th പ്ലാനിന്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഒരു സ്പെഷ്യൽ അഗ്രികൾച്ചർ കമ്മീഷൻ സെറ്റപ്പ് ചെയ്തു 11th പ്ലാനിൽ. നമ്മളെപ്പോഴും പറയുന്നത് ഒരു സർട്ടൺ പ്ലാൻ പീരീഡ് കഴിയുമ്പോൾ 4% ടാർഗറ്റ് സെറ്റ് ചെയ്തിട്ടാണ് അഗ്രികൾച്ചർ സെക്ടറിന്റെ ഡെവലപ്മെന്റിനും ഗ്രോത്ത് നോക്കാൻ പറ്റും. പക്ഷേ ഈ 4% നമുക്ക് പലപ്പോഴും അല്ലെങ്കിൽ 1-2 തവണ വെച്ച് നമുക്ക് ഒരിക്കലും അച്ചീവ് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്പെഷ്യൽ അഗ്രികൾച്ചർ കമ്മീഷൻ 11th പ്ലാനിൽ കൊണ്ടുവന്നത്. അതുപോലെ തന്നെ കോർപ്പറേറ്റ് സെക്ടറിന് ഇമ്പോർട്ടൻസ് കൊടുക്കും. കോൺട്രാക്ട് ഫാമിംഗ് ഈ അടുത്ത് വരുന്ന ഒരുപാട് ഈ പ്രത്യേകിച്ച് ഈ അഗ്രികൾച്ചർ ഫാമിൽ വന്നതിന് ശേഷം കോൺട്രാക്ട് ഫാമിംഗ് എന്ന് പറഞ്ഞ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഒരു കോർപ്പറേറ്റ് സെക്ടർ അല്ലെങ്കിൽ കോർപ്പറേറ്റ് വന്നിട്ട് ഒരു ഫാർമറിനോട് കോൺട്രാക്ട് എടുത്താണ് ഇത്ര പ്രൊഡ്യൂസ് ചെയ്യാൻ, ഇത്ര സമയത്തുള്ളിൽ പ്രൊഡ്യൂസ് ചെയ്യാം. അതാണ് കോൺട്രാക്ട് ഫാമിംഗ്. കോർപ്പറേറ്റ് സെക്ടറിന് കോൺട്രാക്ട് ഫാമിംഗ് ചെയ്യാനായിട്ട് 11th പ്ലാനിൽ ശരിക്കും തന്നെ എൻകറേജ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ
വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം ഈ 11th പ്ലാൻ പീരിയഡിൽ നടന്നത് ഒരുപാട് അഗ്രികൾച്ചറൽ ലാൻഡ് നമ്മൾ ഉപയോഗിക്കാതിരുന്ന അഗ്രികൾച്ചറൽ ലാൻഡ് ഇൻഡസ്ട്രിയൽ പർപ്പസിലേക്ക് എക്സീഡൻസ് പോലെയുള്ള സ്പെഷ്യൽ ഇക്കണോമിക് സോൺസ് പോലെയുള്ള കാര്യങ്ങൾക്ക് ഒരുപാട് അഗ്രികൾച്ചറൽ ലാൻഡ് കൺവേർട്ട് ചെയ്തു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇക്കോണമിയിൽ ഒരു ഡൗട്ട്ഫുൾ സിറ്റുവേഷൻ ആയിരുന്നു 11th പ്ലാൻ പീരിയഡിൽ ഉണ്ടാകും. ഇനി നമ്മളൊരു പ്രസന്റ് സ്റ്റേറ്റസ് പറഞ്ഞു. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു അഗ്രികൾച്ചർ സെക്ടറിൽ 2020 ഇപ്പോൾ 1920 പീരീഡിൽ അഗ്രികൾച്ചർ സെക്ടറിൽ GDP-യിലേക്കുള്ള കോൺട്രിബ്യൂഷൻ പറഞ്ഞാൽ 19.9%. നമ്മുടെ ടോട്ടൽ GDP-യുടെ 19.9% ആയിരുന്നു അഗ്രികൾച്ചർ സെക്ടർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ എംപ്ലോയ്മെന്റ് ഇതിൽ നോക്കുകയാണെങ്കിൽ 42.6% ആൾക്കാർ അഗ്രികൾച്ചർ സെക്ടർ അല്ലെങ്കിൽ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള സെക്ടറിലാണ് വർക്ക് ചെയ്യുന്നത്. അതാണ് ഇപ്പോഴത്തെ ഒരു പ്രസന്റ് സ്റ്റേറ്റ്. അതിനൊരു ഇപ്പോഴത്തെ പ്രസന്റ് സ്റ്റേറ്റസിൽ എനിക്ക് പറയാം ഒരു പോസിറ്റീവ് ആസ്പെക്ട് ഉണ്ട്, അതുപോലെ നെഗറ്റീവ് ആസ്പെക്ട്. പോസിറ്റീവ് ആസ്പെക്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗ്രീൻ റവല്യൂഷന് ശേഷം 2 സെറ്റ് ഓഫ് ഗ്രീൻ റവല്യൂഷൻസ് ഉണ്ട്. അതിനുശേഷം അഗ്രികൾച്ചർ സെക്ടറിൽ ഈ ചില പ്രോഡക്റ്റ് നമുക്ക് സർപ്ലസ് പ്രൊഡക്ഷൻ ഉണ്ടാക്കാൻ സാധിക്കും. ഇനോഗ്രേറ്റീവ് സർപ്ലസ് ഇൻ അഗ്രികൾച്ചർ സെക്ടർ ആഫ്റ്റർ ഗ്രീൻ റവല്യൂഷൻ. അതുപോലെ തന്നെ MSP ഇൻട്രൊഡക്ഷൻ ആ സെക്ടറിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരു ഫെമൈൻ വന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നാച്ചുറൽ കലാമിറ്റി അല്ലെങ്കിൽ ഗ്രീൻ കലാമിറ്റി എന്തെങ്കിലും വന്ന് അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ കുറഞ്ഞു പോയാൽ അല്ലെങ്കിൽ ഫാർമേഴ്സിന് അവർക്ക് ആവശ്യമുള്ള ഇൻകം കിട്ടിയില്ലെങ്കിൽ ഗവൺമെന്റിന് MSP ത്രൂ മിനിമം സപ്പോർട്ട് പ്രൈസ് ത്രൂ അവരെ ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ ഈ MSPയുടെ ഇൻട്രൊഡക്ഷൻ അഗ്രികൾച്ചർ സെക്ടറിൽ വളരെയധികം റിലീഫായി. അതുപോലെ തന്നെ ഓരോ പ്ലാൻ പോകുമ്പോഴും അല്ലെങ്കിൽ ഓരോ വർഷം പോകുമ്പോഴും കുറേ ലാൻഡ് അഗ്രികൾച്ചർ സെക്ടറിലേക്ക് വന്നിട്ടുള്ള ലാൻഡിന് അമൗണ്ട് കൊടുക്കും. അതുപോലെ തന്നെ ടെക്നോളജിക്കൽ പ്രൊഡക്ഷനും കൂടിയതും ഈ ഒരു സെക്ടറിലേക്ക് ഒരു കാറ്റലിസ്റ്റ് ആയി ഒരു ബൂസ്റ്റ് പോലെയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ലിമിറ്റേഷൻസ് പറയുകയാണെങ്കിൽ നമ്മുടെ അഗ്രികൾച്ചർ സെക്ടർ ഇപ്പോഴും ഇത് ഗാമ്പിൾ എന്ന് മാത്രം, അതായത് ഇപ്പോഴും മോൺസൂൺ സെക്ടർ അല്ലെങ്കിൽ നമ്മുടെ നാച്ചുറൽ റെയിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ ഇവിടുത്തെ 90% അഗ്രികൾച്ചർ സെക്ടറും വർക്ക് ചെയ്യുന്നത്. അതിന് ഡെവലപ്ഡ് കൺട്രീസിലൊക്കെ അവർ ഡ്രിപ്പ് ഇറിഗേഷൻ പോലെയുള്ള മോഡേൺ ടെക്നോളജീസ് കൊണ്ടുവന്നിട്ട് ഇന്ത്യയിൽ പല സ്ഥലത്തും ഉപയോഗിക്കുന്നുണ്ട്, ചെയ്യാനല്ല. പക്ഷെ ഇപ്പോഴും കൂടുതൽ മോൺസൂണിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അഗ്രികൾച്ചർ സെക്ടർ വർക്ക് ചെയ്യുന്നത്. പിന്നെ ലിമിറ്റഡ് യൂസ് ഓഫ് ടെക്നോളജി. നമുക്കറിയാം ഇപ്പോഴും ഇത്രയും ടെക്നോളജിക്കൽ പ്രോഗ്രസ് ഉണ്ടായിട്ടും പല ആൾക്കാരും ഇപ്പോഴും ട്രഡീഷണൽ ആയിട്ടുള്ള മെത്തേഡ്സാണ് അഗ്രികൾച്ചറിൽ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ സീഡ്സ് നടാനാണെങ്കിലും ഹാർവെസ്റ്റിംഗ് ടൈമിലാണെങ്കിലും കൂടുതൽ ടെക്നോളജീസിന്റെ ഉപയോഗം വളരെ കുറവാണ്. ഡിക്ലൈനിങ് ഇൻവെസ്റ്റ്മെന്റ്. നമുക്കറിയാവുന്ന ഇക്കോണമി പ്രോഗ്രസ് ചെയ്യണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്ട് എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇൻവെസ്റ്റ്മെന്റ് കുറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ആ ഒരു സെക്ടറിന് ഒരു നെഗറ്റീവ് ഇമ്പാക്ട്. അഗ്രികൾച്ചർ സെക്ടറിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഇൻവെസ്റ്റ്മെന്റ് ഡിക്ലൈൻ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തൊരു ലിമിറ്റേഷൻ ഫെയിലിയർ ഓഫ് ലാൻഡ് റിഫോം. കാരണം ലാൻഡ് റിഫോംസ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചില സ്ഥലത്ത് മാത്രമേ ലാൻഡ് റിഫോംസ് കൊണ്ടുവന്ന സ്ഥലത്ത് തന്നെ പലതും ഫെയിൽ ആവാനും. അങ്ങനെ വന്നപ്പോൾ ലാൻഡ് ടെനന്റിന്റെ കയ്യിൽ ലാൻഡ് പോവുകയാണ് ചെയ്യുന്നത്. അതും ഈ അഗ്രികൾച്ചർ സെക്ടറിന്റെ ബാക്ക്വേർഡ്നെസ്സിന് ഒരു ഇമ്പോർട്ടന്റ് ആസ്പെക്ട്. പിന്നെ ഗ്രോയിങ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ടെനന്റ്. ടെനന്റ് ഉള്ള സ്ഥലത്തും ചില സ്ഥലത്തൊക്കെ അവരെ വല്ലാതെ എക്സ്പ്ലോയിറ്റ് ചെയ്യണം. അവർക്ക് കൂടുതൽ സമയം ജോലി ചെയ്യിപ്പിക്കുക, അവർക്ക് കുറച്ച് സാലറി വേജസ് ഒക്കെ കൊടുക്കുക. അങ്ങനെ വരുമ്പോൾ തന്നെ അവരുടെ പ്രൊഡക്ടിവിറ്റി കുറയും. അതുവഴി അഗ്രികൾച്ചർ സെക്ടറിൽ പ്രൊഡക്ടിവിറ്റി കുറയാനും ചാൻസ് ഉണ്ട്. അടുത്തത് ഹൈ റൂറൽ പോപ്പുലേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞു റൂറൽ ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ അഗ്രികൾച്ചർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ കൂടുതൽ ആൾക്കാരും അഗ്രികൾച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഡിസ്ഗൈസ് കമൻസാണ് റൂറൽ സെക്ടറിൽ എപ്പോഴും ഉണ്ടാകും. അതായത് ആവശ്യത്തിൽ കൂടുതൽ ആൾക്കാർ അവിടെ വർക്ക്. അപ്പോഴും അതുപോലെ പോപ്പുലേഷൻ കൂടുന്തോറും കൂടുതൽ ആൾക്കാർ അഗ്രികൾച്ചർ സെക്ടറിലേക്ക് വരും. അതൊരു ഡിസ്ഗൈസ് കമൻസായി മാറി കൊണ്ടുവന്നു. അതും പ്രൊഡക്ടിവിറ്റി കുറയാനായിട്ട് കാരണമാണ്. അടുത്ത ഒരു പോയിന്റ് അൺബാലൻസ്ഡ് അഗ്രികൾച്ചർ ലാൻഡ്. നമ്മൾ ഇന്ത്യയിലെ പല സ്റ്റേറ്റുകൾ എടുത്ത് നോക്കിയിട്ടാണ് കാണാം. പല സ്ഥലത്തും അഗ്രികൾച്ചർ, ചില സ്ഥലത്ത് അഗ്രികൾച്ചർ ഭയങ്കര ബാക്ക്വേർഡാണ്, ഒരു ഭയങ്കര ട്രഡീഷണൽ ആയിട്ടുള്ള മെത്തേഡ് ആയിരിക്കും ഉപയോഗിക്കുന്നതാണ്. എന്നാൽ ചില സ്ഥലത്ത് അവർ മോഡേൺ ടെക്നോളജീസ് ഉപയോഗിക്കും, മെഷീൻസും ഫാമിംഗ് എക്വിപ്മെന്റ്സ് ഒക്കെ ഉപയോഗിച്ച് കൂടുതൽ ഇൻകം ജനറേറ്റ്. നേരെ മറ്റ് ട്രഡീഷണൽ മെത്തേഡ്സ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഇൻകം ജനറേഷൻ കുറവായിരിക്കും. അതുകൊണ്ട് അൺബാലൻസ്ഡ് ഗ്രോത്ത് ആണ് അഗ്രികൾച്ചർ സെക്ടറിൽ ഇന്ത്യയിൽ പൊതുവെ കണ്ടുവരുന്നത്.